തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13 വയസ്സുള്ള അസം പെൺകുട്ടിയുമായി പോലീസ് സംഘം ഇന്ന് തലസ്ഥാനത്തെത്തും. നാളെ കോടതിയിൽ ഹാജരാക്കി വിവരങ്ങൾ ശേഖരിച്ച ശേഷമാകും മാതാപിതാക്കൾക്ക് കുട്ടിയെ വിട്ടുനൽകുന്നതിലടക്കം തീരുമാനമുണ്ടാകുക. കുട്ടിയുടെ മൊഴി പരിഗണിച്ചായിരിക്കും തുടർ നടപടികൾ. മാതാവ് ശകാരിച്ചതിന് 13 വയസ്സുകാരി വീടുവിട്ടിറങ്ങിയത് കഴിഞ്ഞ ചൊവ്വാഴ്ച. 3 സംസ്ഥാനങ്ങൾ താണ്ടിയുള്ള ട്രെയിൻ യാത്ര നീണ്ടത് 37 മണിക്കൂർ. കുട്ടിയെ കാണാനില്ലെന്ന വാർത്ത പരന്നതോടെ സംസ്ഥാന അതിർത്തികളും മറികടന്ന തെരച്ചിൽ. ഒടുവിൽ വിശാഖപട്ടണത്ത് കുട്ടിയെ കണ്ടെത്തിയതോടെ അവസാനമായത് ദിവസങ്ങൾ നീണ്ടുനിന്ന നാടകീയതയ്ക്ക്. വിശാഖപട്ടണത്ത് 15 മിനിറ്റ് മാത്രം നിർത്തിയിടുന്ന ട്രെയിനിലെ ബെർത്തിൽ കിടന്നുറങ്ങുകയായിരുന്ന കുട്ടിയെ കണ്ടെത്തിയത് മലയാളി കൂട്ടായ്മയായ കേരള കലാസമിതിയിലെ പ്രവർത്തകരാണ്. അവർ വാങ്ങി നൽകിയ പുതിയ കുപ്പായവുമിട്ടാണ് കേരളത്തിൻ്റെ അതിഥി കൂടിയായ മകളുടെ മടങ്ങിവരവ്. വിശാഖപട്ടണത്തു നിന്നും കേരള പോലീസിന്റെ കരുതലിലും സുരക്ഷയിലുമുള്ള മടക്കയാത്ര കേരള എക്സ്പ്രസിലാണ്. ഇന്ന് രാത്രി 10 മണിയോടെ കുട്ടിയുമായി പോലീസ് സംഘം തിരുവനന്തപുരത്തെത്തും. രാത്രിയായതിനാൽ കുട്ടിയെ ശിശുക്ഷേമ സമിതിയിൽ പാർപ്പിച്ച ശേഷം നാളെ പകൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കാനാണ് നിലവിലെ തീരുമാനം. കുട്ടി ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ നൽകുന്ന മൊഴി നിർണായകമാകും. മാതാപിതാക്കൾക്കൊപ്പം വിടണമോ വേണ്ടയോ എന്നതടക്കമുള്ള തുടർ നടപടികളെല്ലാം കുട്ടിയുടെ മൊഴിയെ ആശ്രയിച്ചാകും. ജനം, തിരുവനന്തപുരം.